എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാനൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് ഒരു ദിവസം അമ്മ ഇങ്ങനെ രാത്രിയിൽ വാതിലിൻ്റെ മുൻവശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു തീഗോളം പോലൊരു സാധനം ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുന്നതായി കണ്ടിട്ടുണ്ട്. കറക്റ്റ് വഴിയോ ഒന്നുമല്ല പോകുന്നത്, ജസ്റ്റ് ഇങ്ങനെ നേരെ അങ്ങ് പോവുകയാണ്. ഞാനന്നേരം വിചാരിച്ചു, ചിലപ്പം അമ്മയ്ക്ക് തോന്നിയതായിരിക്കാം. എന്നാൽ ഇതേ സെയിം സാധനം എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. നേരം എനിക്ക് വളരെ വിഷമമുണ്ടായി, കാരണം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ അന്നേരത്തിന് ഉറങ്ങിപ്പോയായിരുന്നു. ഇതേ സെയിം കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ സ്കൂൾ കാലത്ത് കൂട്ടുകാരുമായിട്ട് ഈ പ്രേതകഥകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്. അവർ ഇതേ സെയിം കഥ തന്നെയാണ് പറയുന്നത്. അതായത് അക്ഷയ്, അവൻ്റെ വീട് ഒരു അമ്പലത്തിൻ്റെ അടുത്താണ്. സോ ഒരു ദിവസം ഇവനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഭയങ്കര വലിയൊരു തീകോളം അതിലൂടെ അങ്ങനെ പോകുന്നത് കണ്ട് അവൻ പേടിച്ചോ, ഭയങ്കരമായിട്ട് പേടിച്ച് അവൻ നേരെ ഒന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. പുതപ്പൊക്കെ മൂടി പെട്ടെന്ന് അവനങ്ങ് സൈലൻ്റ് ആയിപ്പോയി. ഇതേ സെയിം സാധനങ്ങൾ തന്നെ ഞാൻ വളരെ യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. വളരെ പ്രേതത്തിൻ്റെ അകമ്പടികളൊക്കെ, അല്ലെങ്കിൽ വളരെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട്. എന്നാൽ ഇവരുടെ എല്ലാ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ മാത്രം നടക്കുന്നു, മറ്റു പല ഭാഗത്തും എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം ഇത് അമ്പലങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി ഇന്ത്യൻ ഒരു സംഭവം ആണല്ലോ. എന്നിട്ട് ഞാൻ പല ആർട്ടിക്കിളൊക്കെ അന്വേഷിക്കാനിടയായി, വേറെ എവിടെയെങ്കിലും ഇതിങ്ങനെ നടക്കുന്നുണ്ടോ പ്രേതമാണെങ്കിൽ, അതോ ഇത് ഇനി ഒരു സയൻറ്റിഫിക് ഫിനോമിനൻ വല്ലതും ആയിരിക്കുമോ? അങ്ങനെ എനിക്ക് വളരെ വലിയ ആർട്ടിക്കിൾസ് ഒന്നും എനിക്ക് ആ ഒരു കാലത്ത് കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. എന്നാൽ ഞാൻ വീണ്ടും നോക്കിയ ഒരവസരത്തിൽ എനിക്ക് ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ വിക്കിപീഡിയയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ബോൾ ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഫിനോമിനനാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ കഴിഞ്ഞ് ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞ് ഉള്ളൊരു ഫിനോമിനനാണത്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ വളരെ ആളുകൾ യൂറോപ്യൻ കൺട്രീസിലും അവരൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ ഒരു ചെറിയൊരു സ്പ്ലിറ്റ് സെക്കൻഡിൽ മാത്രം കാണുന്നൊരു സംഭവമാണിത്. ഇവരുടെ എല്ലാ എക്സ്പീരിയൻസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അതങ്ങ് മറഞ്ഞങ്ങ് പോകും. കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ലബോറട്ടറിയിലൊന്നും ഇതുവരെ ആരും എക്സ്പീരിമെൻറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഒരു ഫയർ ബോൾ ടൈപ്പ് ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഇത് സൗണ്ട് കേൾക്കാം, പൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കാം, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും വിക്കിപീഡിയ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ, ഈ ഒരു ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷേ വളരെ സിമിലറായിട്ട് ഇവരുടെ എക്സ്പീരിയൻസസ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ആ ഒരു ബോൾ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഫിനോമിനലിൽ നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്ന് പ്രത്യക്ഷമായി പോവുക, സൗണ്ട് കേൾക്കുക, പിന്നെ സൾഫറിൻ്റെ ഒരു മണം, അതൊക്കെ പല എക്സ്പീരിയൻസസ് കേട്ട രീതിയിൽ ഇതുമായിട്ട് നോക്കുമ്പോൾ വളരെയധികം ഒത്തു നോക്കുന്നുണ്ട്. എനിവേ, എൻ്റെ ഒരു ദീർഘനാളത്തെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു അറുതി വന്നിരിക്കുകയാണ്. എനിവേ, നിങ്ങൾ അതെല്ലാം എടുത്തൊന്ന് നോക്കുക. എനിവേ, ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. ഗുഡ് ബൈ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാനൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് ഒരു ദിവസം അമ്മ ഇങ്ങനെ രാത്രിയിൽ വാതിലിൻ്റെ മുൻവശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു തീഗോളം പോലൊരു സാധനം ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുന്നതായി കണ്ടിട്ടുണ്ട്. കറക്റ്റ് വഴിയോ ഒന്നുമല്ല പോകുന്നത്, ജസ്റ്റ് ഇങ്ങനെ നേരെ അങ്ങ് പോവുകയാണ്. ഞാനന്നേരം വിചാരിച്ചു, ചിലപ്പം അമ്മയ്ക്ക് തോന്നിയതായിരിക്കാം. എന്നാൽ ഇതേ സെയിം സാധനം എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. നേരം എനിക്ക് വളരെ വിഷമമുണ്ടായി, കാരണം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ അന്നേരത്തിന് ഉറങ്ങിപ്പോയായിരുന്നു. ഇതേ സെയിം കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ സ്കൂൾ കാലത്ത് കൂട്ടുകാരുമായിട്ട് ഈ പ്രേതകഥകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്. അവർ ഇതേ സെയിം കഥ തന്നെയാണ് പറയുന്നത്. അതായത് അക്ഷയ്, അവൻ്റെ വീട് ഒരു അമ്പലത്തിൻ്റെ അടുത്താണ്. സോ ഒരു ദിവസം ഇവനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഭയങ്കര വലിയൊരു തീകോളം അതിലൂടെ അങ്ങനെ പോകുന്നത് കണ്ട് അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് അവൻ നേരെ ഒന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. പുതപ്പൊക്കെ മൂടി പെട്ടെന്ന് അവനങ്ങ് സൈലൻ്റ് ആയിപ്പോയി.
ഇതേ സെയിം സാധനങ്ങൾ തന്നെ ഞാൻ വളരെയധികം യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. വളരെ പ്രേതത്തിൻ്റെ അകമ്പടികളൊക്കെ, അല്ലെങ്കിൽ വളരെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട്. എന്നാൽ ഇവരുടെ എല്ലാ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ മാത്രം നടക്കുന്നു, മറ്റു പല ഭാഗത്തും എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം ഇത് അമ്പലങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി ഇന്ത്യൻ ഒരു സംഭവം ആണല്ലോ. എന്നിട്ട് ഞാൻ പല ആർട്ടിക്കിളൊക്കെ അന്വേഷിക്കാനിടയായി, വേറെ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ പ്രേതമാണെങ്കിൽ, അതോ ഇത് ഇനിയിപ്പോൾ ഈ ഒരു സയൻറ്റിഫിക് ഫിനോമിനൻ വല്ലതും ആയിരിക്കുമോ? അങ്ങനെ എനിക്ക് വളരെ വലിയ ആർട്ടിക്കിൾസ് ഒന്നും എനിക്ക് ആ ഒരു കാലത്ത് കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും നോക്കിയ ഒരവസരത്തിൽ എനിക്ക് ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ വിക്കിപീഡിയയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ബോൾ ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഫിനോമിനനാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ കഴിഞ്ഞ് ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞ് ഉള്ളൊരു ഫിനോമിനനാണത്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ വളരെ ആളുകൾ യൂറോപ്യൻ കൺട്രീസിലും അവരൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ ഒരു ചെറിയൊരു സ്പ്ലിറ്റ് സെക്കൻഡിൽ മാത്രം കാണുന്നൊരു സംഭവമാണിത്. ഇവരുടെ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അതങ്ങ് മറഞ്ഞങ്ങ് പോകും. കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ലബോറട്ടറിയിലൊന്നും ഇതുവരെ ആരും എക്സ്പീരിമെൻറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഒരു ഫയർ ബോൾ ടൈപ്പ് ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഇത് സൗണ്ട് കേൾക്കാം, പൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കാം, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും വിക്കിപീഡിയ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ, ഈ ഒരു ഞാൻ പറയുന്നത് അത് തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷേ വളരെ സിമിലറായിട്ട് ഇവരുടെ എക്സ്പീരിയൻസസ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ആ ഒരു ബോൾ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഫിനോമിനലിൽ നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവുക, സൗണ്ട് കേൾക്കുക, പിന്നെ സൾഫറിൻ്റെ ഒരു മണം, അതൊക്കെ പല എക്സ്പീരിയൻസസ് കേട്ട രീതിയിൽ ഇതുമായിട്ട് നോക്കുമ്പോൾ വളരെയധികം ഒത്തു നോക്കുന്നുണ്ട്. എനിവേ, എൻ്റെ ഒരു ദീർഘനാളത്തെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു അറുതി വന്നിരിക്കുകയാണ്. എനിവേ, നിങ്ങൾ അതെല്ലാം എടുത്തൊന്ന് നോക്കുക. എനിവേ, ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. ഗുഡ് ബൈ.